ലൈറ്റ് ഓഫ് ചെയ്യൂ. ശ്വാസം മന്ദമാക്കൂ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരാത്മാവിൻ്റെ ശ്വാസമാണ്. കടലിൻ്റെ ആത്മാവ്. നിങ്ങൾ എവിടെ നിന്നാണിപ്പോൾ ഇത് കേൾക്കുന്നത്? ഒരു മുറിയിലോ, ഒരു കിടക്കയിൽ പുതപ്പിനുള്ളിലോ, അല്ലെങ്കിൽ അകലെയുള്ള കടലിൻ്റെ ശബ്ദം നേരെ നിങ്ങളുടെ മനസ്സിലേക്ക് വീഴുന്ന സ്ഥലത്തോ? എനിക്കറിയണം നിങ്ങൾ എവിടെ നിന്നാണിതെല്ലാം കാണുന്നത്, കേൾക്കുന്നത് എന്ന്. കാരണം ഇന്ന് നിങ്ങൾ പോകുന്നത് ചരിത്രം മറച്ചുവെച്ചൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ഒരു മനുഷ്യൻ, ആരും വിചാരിക്കാത്ത പോലെ കടലുമായി സംസാരിച്ചവൻ, കൊടുങ്കാറ്റ് വന്നാലും പുഞ്ചിരിച്ചവൻ, തോക്കിനു മുന്നിലും തല ഉയർത്തിയവൻ. ആ പേര് കുഞ്ഞാലി മാരക്കാർ. പക്ഷെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് യുദ്ധത്തിന്റെ കഥയല്ല, മനുഷ്യന്റെ കഥയാണ്. കടലിനെയും സ്വാതന്ത്ര്യത്തെയും സ്നേഹിച്ചൊരു മനുഷ്യന്റെ. അവന്റെ കണ്ണുകളിൽ മിന്നിയ പ്രതീക്ഷയും അവന്റെ ഹൃദയത്തിൽ അടഞ്ഞു നിൽക്കുന്ന ദുഃഖവും നിങ്ങൾ ഈ രാത്രി അനുഭവിക്കട്ടെ. അതിനാൽ ലൈറ്റ് ഓഫ് ചെയ്യൂ, കണ്ണടയ്ക്കൂ, നിങ്ങളുടെ മനസ്സ് കടലാകട്ടെ. കാരണം ഇപ്പോൾ തുടങ്ങുന്നത് തിരമാലകളുടെ നിശ്വാസത്തിൽ പിറന്ന കഥയാണ്. കാലം മറന്ന, പക്ഷെ കടൽ ഇന്നും ഓർക്കുന്ന കുഞ്ഞാലിമാരക്കാർ, കടലിന്റെ സിംഹം. രാത്രി കറുത്തതായിരുന്നു, പക്ഷേ ആ കറുപ്പിനുള്ളിൽ കടലിന്റെ മിന്നൽ തെളിയുന്നു. തിരമാലകളുടെ ശബ്ദം ഉറക്കപ്പാട്ടുപോലെ തോന്നുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ എന്തോ രഹസ്യമുണ്ട്. ആ രാത്രി മലപ്പുറത്തിന്റെ തീരത്തൊരു ചെറുപ്പക്കാരൻ നക്ഷത്രങ്ങൾ നോക്കി നിന്നിരുന്നു. അവന്റെ പേര് അഹമ്മദ് കുട്ടി. പിന്നെ ലോകം അവനെ വിളിച്ചു തുടങ്ങിയത് കുഞ്ഞാലിമാരക്കാർ. അവന്റെ പിതാവ് ഒരു കപ്പൽക്കാരൻ, മീൻപിടുത്തക്കാരനല്ല, പക്ഷേ കടൽ മനസ്സിലാക്കുന്ന മനുഷ്യൻ. അവൻ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, കടൽ നിന്റെ അച്ഛനുമാണ്, ശത്രുവുമാണ്. അത് നിന്നെ വളർത്തും, പക്ഷെ നീ അവനെ വെല്ലുവിളിച്ചാൽ വിഴുങ്ങും. അന്നുമുതൽ കുഞ്ഞാലി കടലിനോട് സംസാരിക്കാൻ തുടങ്ങി. പുലർച്ചെ കടലിൽ നോക്കി തിരമാലയുടെ ചലനം വായിക്കാൻ അവൻ പഠിച്ചു. അവൻ പറഞ്ഞു, കടൽ പുഞ്ചിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൊടുങ്കാറ്റാണ്. കാലം കടന്നു. കടലിൽ പുതിയ കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. വലുപ്പമുള്ളതും വെളുത്തതും ചിറകുപോലെ പായുന്ന പോർച്ചുഗീസ് കപ്പലുകൾ. അവരുടെ നാട്ടുകാർ ആദ്യം വിസ്മയത്തോടെ നോക്കി. പക്ഷേ ഉടൻ അത്ഭുതം ഭയമായി. പോർച്ചുഗീസ് സൈന്യങ്ങൾ തീരങ്ങളിൽ പാളയങ്ങൾ പണിതു. വ്യാപാരികൾക്ക് നികുതി ചുമത്തി. നാട്ടുകാരെ അടിമകളാക്കി. മാപ്പിള നാവികരും മീൻപിടുത്തക്കാരും ചേർന്ന് വിറയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് കടലിന്റെ മകൻ മുന്നോട്ടു വന്നത്. ഞങ്ങളുടെ കടലിൽ ആരെയും രാജാക്കന്മാരായി അനുവദിക്കില്ല എന്ന് കുഞ്ഞാലി പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ തീയും സമാധാനവും ഒത്തുചേർന്നിരുന്നു. അവൻ തന്റെ വള്ളക്കാരെ ചേർത്തു പറഞ്ഞു, നമ്മുടെ കപ്പലുകൾ ചെറിയവയാണ്, പക്ഷേ നമ്മുടെ മനസ്സ് കടലിനേക്കാളും വലുതാണ്. അവൻ അന്ന് രാത്രി ചന്ദ്രപ്രകാശത്തിൽ കടലിലേക്ക് പുറപ്പെട്ടു. തിരമാലകളെ കുത്തിക്കൊണ്ട് വള്ളം നീങ്ങുമ്പോൾ കാറ്റവരുടെ തോളിൽ പിടിച്ചു. തൂരട്ട് പോർച്ചുഗീസ് കപ്പൽ സാന്റാ മാർട്ടിനോ തീപ്പന്തം പോലെ തെളിയുന്നു. കുഞ്ഞാലി അതിനെ നോക്കി പറഞ്ഞു, അവരുടെ തീ പാഞ്ഞുവരക്കെ നമുക്ക് കടലിന്റെ തണുപ്പ് മതിയാകും. ആദ്യ ആക്രമണം. അവർ ചുറ്റികയിലൂടെ വെള്ളം കുത്തി കപ്പലിന്റെ അടിയിൽ തീ ചുടച്ചു. അപ്രതീക്ഷിതമായി പോർച്ചുഗീസ് സൈന്യം കുഴഞ്ഞു വീണു. വെളിച്ചം മങ്ങിയപ്പോൾ കടലിൽ മുഴുവൻ തീയുടെ പ്രതിഫലനം. കുഞ്ഞാലിയുടെ കണ്ണുകളിൽ ആ വെളിച്ചം പാളി. അവൻ ചിരിച്ചു. ഇത് തുടങ്ങലാണ്. കടൽ ഇന്നാണ് ഞങ്ങളുടെ സഖാവായത്. അവൻ നാവികരെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് കടൽ വായിക്കണം. തിരമാലയുടെ ശബ്ദം കേട്ടാൽ എവിടെ ശത്രു കപ്പലാണെന്നറിയാം. കടൽ പറയുന്ന രഹസ്യം മനസ്സിലാക്കുക, അതിനുശേഷം ആക്രമിക്കുക. അവർ കടലിന്റെ ഭാഷ പഠിച്ചു. ഓരോ തിരയും ഒരടയാളം, ഓരോ കാറ്റും ഒരു മുന്നറിയിപ്പ്. അവൻ പറഞ്ഞു, പോർച്ചുഗീസുകാർക്ക് നാവികശക്തിയുണ്ടാകും, പക്ഷെ കടൽ അവരുടേതല്ല. മാരക്കാർ നാവികർ രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ചു. ബോട്ടിന്റെ അടിയിൽ കോക്കനട്ട് ഓയിൽ പുരട്ടി ശബ്ദം കുറച്ചു. കടൽ നിലച്ചു. ആകാശം മങ്ങിപ്പോയപ്പോൾ അവരുടെ വള്ളം നിഴലായി നീങ്ങും. അവരുടെ ശബ്ദമൊന്നുമുണ്ടാവില്ല. പക്ഷേ അടുത്ത നിമിഷം ഒരു തീപ്പൊരി ആകാശം കുത്തും. കപ്പൽ പൊട്ടി തീരത്തേക്ക് പതിക്കും. ആ രാത്രികളാണ് പോർച്ചുഗീസുകാർ ഭൂതങ്ങൾ കടലിലുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ കുഞ്ഞാലിമാരക്കാർ ഭൂതനല്ല, മനുഷ്യനാണ്. രാത്രിയിലൊരിക്കൽ കപ്പൽ തിരികെ വന്നപ്പോൾ കടൽ വിറച്ചു. ബോട്ട് കറങ്ങിക്കറങ്ങി പൊട്ടിത്തെറിക്കാൻ തയ്യാറായി. മരിക്കുമെന്ന് തോന്നിയ നിമിഷം കുഞ്ഞാലി കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പറഞ്ഞു,
കടലേ, ഞാൻ എന്റെ ജീവൻ നിനക്ക് കൊടുക്കാം, പക്ഷേ എന്റെ ജനങ്ങളുടെ തീരം നീ രക്ഷിക്കണം. അന്ന് അത്ഭുതമായി കാറ്റുമാറി. വെള്ളം ശാന്തമായി. വള്ളം തീരത്തേക്ക് സഞ്ചരിച്ചു. അവന്റെ സൈന്യം വിസ്മയത്തോടെ നോക്കി. കടലവനെ കേട്ടു. അന്നുമുതൽ കുഞ്ഞാലിയെ നാട്ടുകാർ കടലിന്റെ മകൻ എന്നു വിളിച്ചു. കാലം മാറിയപ്പോൾ കുഞ്ഞാലി മാത്രമല്ല, ഒരു പ്രതീകമായി മാറി. കൊള്ളപ്പെട്ടവർക്ക് നീതി നൽകാനും അടിമയായവർക്ക് സ്വാതന്ത്ര്യം നൽകാനും അവൻ കടലിനെ ആയുധമാക്കി. പോർച്ചുഗീസുകാരവനെ വിളിച്ചു സമുദ്രത്തിന്റെ ഭീകരൻ. പക്ഷേ നാട്ടുകാരവനെ വിളിച്ചു സമുദ്രത്തിന്റെ രക്ഷകൻ. അവന്റെ ശബ്ദം ഇപ്പോഴും മലപ്പുറത്തിന്റെ തിരമാലകളിൽ കേൾക്കാം. തിരമാലകളുടെ ഇടയിൽ ഒരു പുതുപ്രഭാതം പിറന്നു. കുഞ്ഞാലിയുടെ കപ്പൽപ്പട ഇപ്പോൾ കടലിൽ ദേവതകളെപ്പോലെ നീങ്ങുന്നു. ഓരോ ബോട്ടിന്റെയും നാവികൻ തന്റെ ജീവൻ കടലിന് സമർപ്പിച്ചവൻ. അവർക്കൊരു ലക്ഷ്യം മാത്രം: മലപ്പുറം തീരത്ത് അന്യരുടെ പതാക പാറരുത്. പോർച്ചുഗീസുകാർക്ക് ഭയം പിടിച്ചു. കുഞ്ഞാലിയുടെ നാമം കേട്ടാൽ തന്നെ കപ്പലുകൾ ദിശമാറ്റും. ലിസ്ബൺ വരെ കുഞ്ഞാലിയുടെ കഥ എത്തിയപ്പോൾ പോർച്ചുഗീസ് രാജാവ് പറഞ്ഞു, മാറക്കാരെന്നു കേട്ടാൽ കടൽ തന്നെ ഞങ്ങൾക്ക് ശത്രുവായി മാറും. അവന്റെ തലയ്ക്ക് വിലവെച്ചു. ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരുന്നവന് പൊന്നുകൊണ്ട് നിറഞ്ഞ കപ്പൽ തരാം. പക്ഷേ കുഞ്ഞാലി ചിരിച്ചു പറഞ്ഞു, അവർ പൊന്നിനായി കടലിലേക്കിറങ്ങുന്നു, ഞാൻ ആത്മാവിനായി. അവന്റെ കണ്ണുകൾ ആകാശത്തെ നോക്കി തിരമാലകളെ കൈകൊണ്ട് സ്പർശിച്ചു. കടലേ, ഞാൻ പിറന്നത് നിന്നിൽ നിന്നാണ്. ഞാൻ മടങ്ങിവരുമ്പോഴും നീ എന്നെ ഏറ്റെടുക്കുമോ? തിരമാലയിൽ നിന്ന് ചെറുപൊടി അവന്റെ മുഖത്തു പെയ്തു. മറുപടി ലഭിച്ചു. അന്ന് രാത്രിയിൽ കടൽ മുഴുവൻ കൊടുങ്കാറ്റായിരുന്നു. മാറക്കാർ സൈന്യം കപ്പലുകൾ കയറി. അവരുടെ ലക്ഷ്യം ചാളിയത്തിനടുത്തുള്ള പോർച്ചുഗീസ് കോട്ട. ആകാശം മിന്നൽ കൊണ്ട് മുറിഞ്ഞു. തിരമാലകൾ നിലവിളിച്ചു. പക്ഷേ കുഞ്ഞാലി പറഞ്ഞു, ഇന്നാണ് കടൽ നമ്മോടൊപ്പം യുദ്ധം ചെയ്യുന്നത്. അവർ കപ്പൽപ്പട തിരമാലയോട് കൂട്ടിക്കൊണ്ടു മുന്നോട്ടു നീങ്ങി. പോർച്ചുഗീസ് കപ്പലുകൾ ആകാശത്തിൽ തീ പൊട്ടിച്ചപ്പോൾ കുഞ്ഞാലിയുടെ കപ്പൽ അതിനടിയിൽ ചാടിക്കയറുന്നു. കയ്യിൽ വാളും വായിൽ മുദ്രാവാക്യവും. അല്ലാഹു അക്ബർ, ഈ കടൽ നമ്മുടേതാണ്. പിടിച്ചു നിൽക്കുന്ന തിരമാലകൾക്കിടങ്ങിൽ കുഞ്ഞാലിയുടെ കപ്പൽപ്പട പാറുന്ന കിളികളുപോലെ ആക്രമിച്ചു. തീരപ്പുനിന്ന് നാട്ടുകാർ നോക്കി വിസ്മയപ്പെട്ടു. കടലിൽ മിന്നലും തീപ്പൊരിയും തമ്മിൽ ചേർന്നപ്പോൾ കുഞ്ഞാലിയുടെ മുഖം ആ തീയിൽ തെളിഞ്ഞു, ഒരു ദൈവസമാന പ്രതീകം പോലെ. അന്ന് രാത്രിയിൽ ചാളിയത്തിലെ കോട്ട തകർന്നു. പോർച്ചുഗീസ് ക്യാപ്റ്റൻ പിടിയിലായി. അവൻ കുഞ്ഞാലിയുടെ മുന്നിൽ മുട്ടുകുത്തി പറഞ്ഞു, നീ ഞങ്ങളുടെ ദൈവമോ പിശാചോ? കുഞ്ഞാലി പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്, എന്നാൽ നീ കടലിന്റെ കണ്ണീരാണ്. പക്ഷേ കഥ ഇവിടെ തീർന്നില്ല. വിജയത്തിനു പിന്നാലെ വന്നു ദ്രോഹം. സമുദ്രത്തിലെ ആ സിംഹത്തെ പിടിക്കാൻ പോർച്ചുഗീസുകാർ ഒരിക്കൽ തന്നെ ഒരു മാരകമായ നീക്കം നടത്തി. അവർ ചില നാട്ടുരാജാക്കന്മാരെ സമ്മതിപ്പിച്ചു. കുഞ്ഞാലി വളരെയധികം ശക്തനായാൽ നാളെ അവൻ നിങ്ങളെ കീഴടക്കും എന്നു പറഞ്ഞ് പടിഞ്ഞാറൻ തീരങ്ങളിൽ കുഞ്ഞാലിക്കെതിരെ നിശബ്ദമായ ഗൂഢാലോചന തുടങ്ങി. ഒരു രാത്രി കുഞ്ഞാലി പ്രാർത്ഥന കഴിഞ്ഞ് കടൽ നോക്കി നിന്നു. വെള്ളം നിശ്ചയിച്ചും വ്യത്യസ്തമായി തോന്നി. നിശബ്ദം, ഭീഷണിയുള്ളത്. അവൻ പറഞ്ഞു, കടലിന്റെ നിശബ്ദതയിൽ ദ്രോഹത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അന്നു പുലർച്ചെ കൂട്ടാളികളിൽ ചിലർ കാണാതായി, ചിലർ ശത്രുവിനോട് ചേർന്നു. മാറക്കാർ കോട്ട വലയം പിടിക്കപ്പെട്ടു. പോർച്ചുഗീസ് സൈന്യം മുഴുവൻ കടലിൽ നിന്നെത്തി നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെ കുഞ്ഞാലിയെ ചുറ്റിക്കളഞ്ഞു. അവന്റെ അവസാന നിമിഷം കടലിന്റെ തീരത്തു തന്നെ. തിരമാലകൾ കരയുന്നതുപോലെ തോന്നി. അവന്റെ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദ്, ഇനി നമ്മൾ രക്ഷപ്പെടുമോ? കുഞ്ഞാലി ചിരിച്ചു പറഞ്ഞു, കടലിൽ നിന്ന് പിറന്നവർക്ക് രക്ഷ വേണ്ട, തിരമാല തന്നെയാണ് നമ്മുടെ ശ്മശാനം. അവൻ കപ്പലിന്റെ അരികിൽ നിന്ന് നിൽക്കുമ്പോൾ ദൂരത്ത് പോർച്ചുഗീസ് കപ്പലുകൾ അടുക്കിവരുന്നു. അവനൊരു ശ്വാസമെടുത്തു. തിരമാലയോട് പറഞ്ഞു, എന്റെ ജനങ്ങളെ രക്ഷിക്കൂ, എനിക്ക് വേണ്ടത് നിന്റെ അടിത്തട്ടിലെ സമാധാനം മാത്രം. അന്നു മിന്നലു പിളർന്നപ്പോൾ കുഞ്ഞാലി മാറക്കാർ കാണാതായി. കടൽ മുഴുവൻ വെള്ളം പൊങ്ങി നിന്നു. തീരത്തുള്ളവർ പറഞ്ഞത് കടൽ അവനെ ഏറ്റെടുത്തു.
ഇന്നുവരെ മലപ്പുറം തീരത്ത് രാത്രിയിൽ ചിലപ്പോൾ കടലിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. പടിയൊരുങ്ങൂ, കടലിപ്പോഴും നമ്മുടേതാണ്. കുഞ്ഞാലിയുടെ ആത്മാവ് തിരമാലകളിൽ ഉറങ്ങുന്നില്ല, അത് ജീവിക്കുന്നു. ഓരോ ശബ്ദത്തിലും ഓരോ തിരയിലും അവന്റെ ഹൃദയമിടിപ്പ്. ഞാൻ കടലിന്റെ മകൻ, നീതിക്കായി ഞാനിപ്പോഴും ഇവിടെ. കടലിന്റെ മണം ഇന്നും ആ മനുഷ്യന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. കുഞ്ഞാലി മറക്കാർ ഒരിക്കൽ മലബാറിന്റെ തീരങ്ങളിൽ ദേവനെപ്പോലെ കരുതപ്പെട്ട പേര്. പക്ഷേ ഇപ്പോൾ അവന്റെ ജീവിതം കടലിന്റെ മറ്റൊരു രൂപം പോലെ ശാന്തമായതും അതിനുള്ളിൽ കൊടുങ്കാറ്റുകൾ നിറഞ്ഞതുമായ ഒന്നായി മാറിയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന്റെ പൊടി ഇരുമ്പുപോലെ കെട്ടിക്കിടന്ന തീരങ്ങളിൽ മലബാറിന്റെ ജനങ്ങൾ ഇന്നും കാത്തിരിക്കുകയാണ് അവരുടെ സിംഹം വീണ്ടും കടലിൽ ഇറങ്ങുമോ എന്ന്. പക്ഷെ കുഞ്ഞാലി ഇപ്പോൾ പ്രായം തോന്നുന്ന മനുഷ്യനായിരുന്നു. തലയിലെ മുടി ചാരമായിരുന്നു. കണ്ണുകളിൽ കടലിന്റെ തിളക്കം ഇപ്പോഴുമുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളിൽ അല്പം വേദനയും ദുഃഖവും നിറഞ്ഞിരുന്നു. അവൻ അവന്റെ പഴയ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് കടലിലേക്ക് നോക്കി നിന്നു. അവിടെ നൂറുകണക്കിന് ഓർമ്മകൾ, ഓരോ തിരമാലയിലും മരിച്ച സഖാക്കളെപ്പോലെ. ഈ കടൽ എന്നെ വളർത്തി, പിന്നെ ഈ കടൽ തന്നെയാണ് എന്നെ ഒറ്റയാക്കിയത്. അവൻ മെല്ലെ പറഞ്ഞു നിൽക്കുമ്പോൾ കാറ്റവന്റെ ശബ്ദം തട്ടിയെടുത്തു ദൂരേക്ക് കൊണ്ടുപോയി. കുഞ്ഞാലിയുടെ മനസ്സ് ഇനി യുദ്ധത്തിലല്ലായിരുന്നു, അവൻ മനുഷ്യരിലായിരുന്നു. തന്റെ ജനങ്ങളെക്കുറിച്ച്, അവർക്ക് കിട്ടാത്ത സമാധാനത്തെക്കുറിച്ച്, അവന്റെ പേരു പാടുന്ന കുട്ടികളെയും പേടിച്ചു നിൽക്കുന്ന അമ്മമാരെയും കുറിച്ച്. പക്ഷേ രാജ്യം മാറി. പോർച്ചുഗീസുകാർ വീണ്ടും കടലിൽ 18 കപ്പലുകൾ ഇറക്കി. അവരോടൊപ്പം ചേർന്ന ചില മലയാളി നേതാക്കൾ. അവരായിരുന്നു ദ്രോഹത്തിന്റെ വിത്ത് വിതച്ചവർ. മാറക്കാർ വളരെയധികം ശക്തനായി. അവൻ സ്വന്തം രാജാവിനേക്കാൾ ജനങ്ങൾ സ്നേഹിക്കുന്നു, ഇതാണ് അവരെ പേടിപ്പിച്ചത്. ഒരു രാത്രിയിൽ കുഞ്ഞാലി ഉറങ്ങുമ്പോൾ കടലിൽ നിന്നുള്ള കാറ്റ് കുഴപ്പമായി വീശി. തുടർന്ന രാവിലെയാണ് അവനറിഞ്ഞത്, അവന്റെ ചില കൂട്ടാളികൾ ഇപ്പോൾ അവന്റെ എതിരാളികളായി മാറിയിരിക്കുന്നു എന്ന്. അവൻ മന്ദം ചിരിച്ചു. ഇത് കടലിന്റെ സ്വഭാവം തന്നെ. അവൻ പറഞ്ഞു, തിരമാലകൾ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം നൃത്തം ചെയ്യില്ല. കാലം കുറച്ചു മുന്നോട്ടുപോയി. പോർച്ചുഗീസുകാർ കുഞ്ഞാലിയെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി. അവൻ അറിഞ്ഞിരുന്നു, ഈ പോരാട്ടം ഇനി കത്തിയുടെയോ വാളിന്റെയോ ആയിരിക്കില്ല. ഇതൊരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെ യുദ്ധമായിരിക്കും. മാരക്കാർ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ അവന്റെ കൂടെ നിന്ന് പഴയ വിശ്വസ്തനായ കപ്പൽക്കാരൻ അലി പറഞ്ഞു, സർ, നാം വീണ്ടും കടലിൽ ഇറങ്ങാമല്ലോ. അവർക്കെതിരെ ഒരിക്കൽ കൂടി. കുഞ്ഞാലി കണ്ണുമുട്ടി പറഞ്ഞു, ഇല്ല അലി, ഇനി കടലിനെയും യുദ്ധത്തെയും വേർതിരിക്കാനാണ് സമയം. ഇപ്പോൾ ഞാൻ മനുഷ്യനെ രക്ഷിക്കാനാണ് പോകുന്നത്, രാജ്യത്തെയല്ല. അവന്റെ വാക്കുകളിൽ ഒരു അപരിചിതമായ ശാന്തതയുണ്ടായിരുന്നു, ഒരു കൊടുങ്കാട്ട് കടന്നുപോയ കടലിന്റെ ശാന്തത പോലെ. പക്ഷേ ലോകം അവനെ ശാന്തനായി കാണാൻ തയ്യാറായിരുന്നില്ല. ദ്രോഹം കയറിവന്നു. പോർച്ചുഗീസുകാർക്കും അവരുടെ നാട്ടുകാർക്കുമിടയിൽ പകയും പണവും ചേർന്ന കളി ആരംഭിച്ചു. ഒരു രാത്രി കുഞ്ഞാലി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവനെ ചുറ്റി പടച്ചൂണ്ടകൾ വീണു. അവന്റെ സ്വന്തം നാട്ടുകാർ തന്നെയാണ് അവരെ അവിടേക്കെത്തിച്ചത്. അവനെ പിടിച്ചു. കടലിൽ നിന്ന് പിടിച്ചവനെ കരയിൽ കൊണ്ടുവന്നു. കൈകൾ കെട്ടിയപ്പോൾ പോലും കുഞ്ഞാലിയുടെ മുഖം സമാധാനമായിരുന്നു. അവൻ മന്ദമായി പറഞ്ഞു, എന്നെ പിടിച്ചത് മനുഷ്യരാണ്, പക്ഷെ എന്റെ ആത്മാവ് കടലാണ്. അതിനെ നിങ്ങൾ എങ്ങനെ പിടിക്കും? അവനെ പോർച്ചുഗീസുകാർ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയി. കടൽ നിശബ്ദമായി നോക്കി നിന്നു. അവന്റെ ഓരോ ചൊട്ടിലും തിരമാലകൾ ചെറുതായി പൊട്ടിയിരഞ്ഞു. ഒരുപക്ഷെ കടൽ തന്നെ ദുഃഖിക്കുന്നതുപോലെ. കപ്പൽ ദൂരേക്ക് നീങ്ങുമ്പോൾ കുഞ്ഞാലി പിന്നെ നോക്കി. അവന്റെ നാട്ടിലെ തീരങ്ങൾ മഞ്ഞിൽ മറയുന്നു. ഇതാണോ എന്റെ അവസാന യാത്ര? അവൻ സ്വയം ചോദിച്ചു. അവന്റെ കണ്ണുകൾ മൂടി നിന്നു. പക്ഷേ അതിനുള്ളിൽ ഇന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. നാളെയെങ്കിലും കടൽ എനിക്ക് നീതി പറയും. പോർച്ചുഗീസുകാർ അവനെ കൊച്ചിയിലെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവനെ വിചാരണയ്ക്ക് മുന്നിൽ നിർത്തി. അവന്റെ മുന്നിൽ എഴുത്തുകാരും പാതിരിമാരും പാപം പറയുന്നവരും രാജകീയ തട്ടകങ്ങളും. അവരിലൊരാൾ ചോദിച്ചു, നീ മനുഷ്യരെ കൊല്ലിയല്ലോ, നീ രാജാവിനെതിരെ പോയില്ലേ? കുഞ്ഞാലി നോക്കി പറഞ്ഞു, ഞാൻ ആരെയും കൊല്ലാനല്ല പോയത്, ഞാൻ കടലിനെ രക്ഷിക്കാനാണ് പോയത്. ആ വാക്കുകൾ മുഴങ്ങുമ്പോൾ മുറിയിൽ നിശബ്ദത പടർന്നു. അവന്റെ ശബ്ദം മന്ദമായിരുന്നു, പക്ഷേ അതിലൊരു ആഴമുണ്ടായിരുന്നു. അതെ, കടലിന്റെ ആഴം. അവനെ മരണശിക്ഷ വിധിച്ചു. പക്ഷെ കുഞ്ഞാലി ഭയപ്പെട്ടില്ല. അവന്റെ മുഖത്തൊരു പുഞ്ചിരി. അവൻ ചോദിച്ചു, ഞാൻ മരിച്ചാലും കടലിനെന്തു ചെയ്യും നിങ്ങൾ? ആരുടെയും മറുപടിയില്ലായിരുന്നു. പക്ഷെ അവൻ അറിഞ്ഞിരുന്നു, കടൽ മറുപടി പറയും ഒരിക്കൽ. അവന്റെ അവസാന രാത്രി കോട്ടയുടെ ചെറിയ ജനാലയിൽ നിന്ന്
കടൽക്കാറ്റ് കയറി വന്നു. അവൻ അതിലേക്ക് നോക്കി. എന്നെ വിളിക്കുകയല്ലേ? അവൻ ചോദിച്ചു. അതുപോലെ ഒരു തിരമാലയുടെ ശബ്ദം ദൂരെയൊന്ന് പൊട്ടിക്കേട്ടു. മാറക്കാർ നിശബ്ദമായി പുഞ്ചിരിച്ചു. അവൻ അവന്റെ പഴയ ഓർമ്മകളെല്ലാം കടലിനോട് പറഞ്ഞുപോയി. പിന്നെ മെല്ലെ പറഞ്ഞു, ഒരു മനുഷ്യൻ കൊല്ലപ്പെടാം, പക്ഷേ കടൽ ഒരിക്കലും ചത്തുപോകില്ല. അവന്റെ ശ്വാസം തീർന്ന രാത്രി കടൽ ഉഗ്രമായി പൊട്ടിത്തെറിച്ചു. മഴ പെയ്തു, മിന്നൽ വീണു. പോർച്ചുഗീസുകാർ ഭയപ്പെട്ടു. ഇതെന്താണ്? ഒരു പഴയ മലയാളി കപ്പൽക്കാരൻ പറഞ്ഞു. അവൻ പോയി. കുഞ്ഞാലി മാറക്കാർ കടലിലേക്ക് തിരിച്ചുപോയി. രാത്രി മന്ദമായി നീളുകയാണ്. കൊച്ചിയിലെ കോട്ടയുടെ ഇരുമ്പുവാതിലുകൾക്ക് പുറത്ത് ചന്ദ്രപ്രകാശം വീണു. കുഞ്ഞാലി മാറക്കാർ അതിനുള്ളിൽ ഒരു ചെറുവിളക്കിന്റെ വെളിച്ചത്തിലിരിക്കുകയായിരുന്നു. മറ്റുള്ളവർക്കത് ഇരുട്ടായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും കടലിന്റെ വെളിച്ചമുണ്ടായിരുന്നു. അവൻ നിലത്തിരുന്നു, കടലിന്റെ മണം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവന്റെ വിരലുകൾ പുഴുങ്ങിയ മണ്ണിൽ സ്പർശിക്കുമ്പോൾ അവന്റെ മനസ്സ് കടലിലേക്ക് പോയി. തിരമാലകളുടെ പാട്ടും കപ്പലുകളുടെ വിറയിലും കൂട്ടുകാരുടെ ചിരിയും മക്കളുടെ ശബ്ദവും ഒക്കെ ഒരുമിച്ച് കടലിന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നതുപോലെ തോന്നി. അവൻ ചിന്തിച്ചു, എന്നെ അവർ കൊന്നാലും ഞാൻ കടലിൽ തിരിച്ചുപോകും, കാരണം ഞാൻ കടലിന്റെ മകനാണ്. അന്ന് അർദ്ധരാത്രി കോട്ടയുടെ മുകളിലൂടെ ഒരു കിളി പറന്നു. അത് തിരമാലകളുടെ ദിശയിലേക്ക് പോയി. ഒരു നിമിഷം കുഞ്ഞാലി നോക്കി നിന്നു. അവൾ വന്നിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു നനവ് തെളിഞ്ഞു. കടലിൽ നിന്നുള്ള കാറ്റ് ജനാലയിലൂടെ കയറി വന്നു. അത് അവന്റെ വസ്ത്രം തൊട്ടു. മുടി അലട്ടിയപ്പോൾ അവൻ കണ്ണടച്ചു. കടൽ തന്നെ വന്നതുപോലെ. അവന്റെ മനസ്സ് പിന്നെ കാലത്തിന്റെ നടുവിലേക്ക് പോയി. അവൻ ചെറുപ്പത്തിലായിരുന്ന ആ ദിവസം, ആദ്യമായി കടലിലിറങ്ങിയ ദിനം. മഴ പെയ്തുകൊണ്ടിരുന്നു. അവൻ വെള്ളത്തിൽ ചാടി. അമ്മ വിളിച്ചു, മകനേ, കടൽ നിന്നെ തിന്നും. പക്ഷേ കുഞ്ഞാലി ചിരിച്ചു പറഞ്ഞു, അമ്മേ, കടൽ എന്നെ വളർത്തും. അവൻ ആ ഓർമ്മയെ പുഞ്ചിരിച്ചു. ഇപ്പോൾ അതേ കടൽ തന്നെയാണ് അവനെ വിളിക്കുന്നത്. വളർത്തിയവൻ ഇപ്പോൾ അവനെ തിരിച്ചു വിളിക്കുന്നു. അവന്റെ മുന്നിൽ വാതിൽ തുറന്നു. പോർച്ചുഗീസ് ഗാർഡുകൾ അകത്തു കടന്നു. കാലമായി, ഒരാൾ പറഞ്ഞു. കുഞ്ഞാലി തലകുനിച്ചു. അതെ, കാലം എപ്പോഴും വരും എന്നവൻ മറുപടി പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ടുപോയി. മുറിവേറിയ പാതയിലൂടെ അവൻ നടക്കുമ്പോൾ കപ്പലുകൾ കടലിൽ കുലുങ്ങുന്നതവൻ കേട്ടു. തീരത്ത് ജനങ്ങൾ നിലവിളിച്ചു, മാറക്കാർ, മാറക്കാർ. അവൻ കണ്ണുയർത്തി നോക്കി. മനുഷ്യരുടെ മുഖങ്ങൾ, ചിലത് കണ്ണീരോടെ, ചിലത് ഭയത്തോടെ. പക്ഷെ എല്ലാവരും ഒരേ ചോദ്യം പോലെ നോക്കുന്നു, ഇതവസാനമാണോ? അവൻ ചിരിച്ചു. ഇതവസാനമല്ല, ആരംഭമാണ്. അവനെ വധശിക്ഷയ്ക്കായി കൊണ്ടുപോയി. ചത്തുരത്തിൽ വാളുകൾ മിന്നുന്നു. പാദങ്ങൾ അടിയുന്ന ശബ്ദം മുഴങ്ങുന്നു. പക്ഷെ അവൻ നിശബ്ദൻ. അവന്റെ മുഖം ശാന്തം. ആകാശത്ത് മേഘങ്ങൾ ചേർന്ന് കറുത്ത കുതിര പോലെ കറങ്ങി. പാടിരി സമീപിച്ചു. താങ്കൾക്കൊന്ന് അവസാന വാക്കുണ്ടോ? കുഞ്ഞാലി കണ്ണുകൾ അടച്ചു. മന്ദമായി പറഞ്ഞു, എന്റെ ശരീരം ഇവിടെ മണ്ണാകട്ടെ, പക്ഷേ എന്റെ ശ്വാസം കടലായിരിക്കും. ഞാൻ വീഴുമ്പോൾ കടൽ ഉണരട്ടെ. അവൻ കണ്ണുകൾ തുറന്നു. ദൂരെ ഒരു തിരമാല പൊട്ടിത്തെറിച്ചു. അതുപോലെ തന്നെ വാളുയർന്നു. നിശബ്ദത. ഒരു ദീർഘനിമിഷം. പിന്നെ ദൂരെ ഒരു കാറ്റ് വീശുന്നു. ആ നിമിഷം ആകാശം പൊട്ടിത്തെറിച്ചു. മിന്നൽ വീണു. കാറ്റുഗ്രമായി വീശി. കടൽ ഉച്ചത്തിൽ പൊട്ടി. ജനങ്ങൾ ഭയന്നു. കടൽ കോപിച്ചിരിക്കുന്നു. പക്ഷേ ഒരു പഴയ മത്സ്യത്തൊഴിലാളി പറഞ്ഞു, ഇത് കോപമല്ല, കടൽ അവന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അന്നു രാത്രിയിൽ കടൽ തീരങ്ങൾ മുഴുവൻ പൊട്ടിത്തെറിച്ചു. തിരമാലകൾ മീതെ പൊങ്ങി. അവന്റെ രക്തം കടലിൽ ചേർന്നു. അത് കടലിന്റെ നിറം മാറിയെന്ന് ആളുകൾ പറഞ്ഞു. പിന്നെ ദിവസങ്ങൾ കടന്നു. മാറക്കാരന്റെ പേരിൽ ആരും തുറന്നുകാട്ടി സംസാരിച്ചില്ല. പക്ഷെ കടൽ മാറി. അത് മൃദുവായി, ചിലപ്പോഴൊക്കെ ആഴത്തിൽ മുഴങ്ങുന്ന ശബ്ദം പുറത്തുപിടിപ്പിച്ചു. അത് കുഞ്ഞാലിയുടെ ശ്വാസം പോലെ തോന്നിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കടൽ തീരത്ത് കളിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് നിശബ്ദനായി. അമ്മേ, കേൾക്കൂ, കടൽ ആരെയോ വിളിക്കുകയാണ്, അവൻ പറഞ്ഞു. അമ്മ പുഞ്ചിരിച്ചു. ആര്? കുട്ടി മറുപടി പറഞ്ഞു, മാറക്കാർ. അമ്മ ഭയത്തോടെ നോക്കി. നീ എങ്ങനെ അതറിയുന്നു? കുട്ടി പറഞ്ഞു. അവൻ പറഞ്ഞു,
കടലിൽ നിന്നെ വളർത്തിയവൻ ഒരിക്കലും അപ്രത്യക്ഷനാവില്ല എന്ന്. അതുമുതൽ കടൽ തീരത്തെ ഓരോ തിരമാലയിലും ആ ശബ്ദമുണ്ടായിരുന്നു. കുഞ്ഞാലി മാറക്കാർ. വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ശബ്ദം മാറിയില്ല. ഇന്ന് വരെ രാത്രിയിൽ കടൽ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം അവിടെ അവന്റെ നടപ്പിന്റെ താളം കേൾക്കാം. തീരത്തിനരികിരുന്ന കണ്ണുകൾ അടയ്ക്കുവോ, അവൻ ഇപ്പോഴും അവിടെ തിരമാലകളുടെ ഇടയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഗാനം പാടുകയാണ്. അവന്റെ കഥയല്ലത്, ഇത് കടലിന്റെ ഓർമ്മയാണ്. ഒരു മനുഷ്യൻ മറഞ്ഞെങ്കിലും ഒരാത്മാവ് എന്നും ജീവിക്കുന്നു എന്ന ഓർമ്മ. രാത്രി ആഴമായി. കടലിന്റെ ശബ്ദം ആകാശത്തെ മുഴുവൻ നിറച്ചുനിന്നു. അവിടെ ഒരു പഴയ മത്സ്യത്തൊഴിലാളി നിശബ്ദമായിരിക്കുകയായിരുന്നു. വയസ്സിന്റെ ചുളിവുകൾ കടലിന്റെ മണൽ പോലെ അവന്റെ മുഖത്ത് പടർന്നിരുന്നു. അവന്റെ കണ്ണുകൾ കടലിന്റെ ഇരുട്ടിലേക്ക് നോക്കുന്നു. ഒരു കണ്ണാടി പോലെ ആ കടൽ അവന്റെ ഉള്ളിലെ ഓർമ്മകൾ തിരികെ കാണിക്കുന്നു. ഇന്ന് കടൽ നിശബ്ദമല്ല, അവൻ സ്വയം പറഞ്ഞു. ഇന്ന് കടൽ സംസാരിക്കുന്നു. അതെ, ആ രാത്രിയിൽ കടൽ ചിലത് പറയുകയായിരുന്നു. മാനുഷിക കാതുകൾക്കതീതമായ ഒരു ശബ്ദം. തിരമാലകളുടെ ഇടയിലൂടെ ഉയർന്നൊരു ആഹ്വാനം. ഞാൻ ഇവിടെ തന്നെയുണ്ട്. പഴയ മത്സ്യത്തൊഴിലാളി കണ്ണുകളടച്ചു. അവന്റെ മനസ്സ് കാലത്തെ പിന്നോട്ടു തിരിഞ്ഞു. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലി മാറാക്കാർ കടലിന്റെ മധ്യത്തിൽ ഉറങ്ങിക്കിടുന്ന ദിവസം. പക്ഷേ അത് അവസാനമല്ലായിരുന്നു. അവന്റെ ആത്മാവ് കടലിൽ ലയിച്ചു. മറിഞ്ഞെങ്കിലും ഇല്ലാതായില്ല. തിരമാലകളിൽ, കാട്ടിന്റെ ഗർജനത്തിൽ, മഴയുടെ പാട്ടിൽ അവന്റെ ശബ്ദം ഇപ്പോഴും ജീവിക്കുന്നു. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, ഇത് സാധാരണ തിരമാലയുടെ ശബ്ദമല്ല, ഇത് കടലിന്റെ ഹൃദയത്തിന്റെ താളം. അവിടെ എങ്ങോ കുഞ്ഞാലിയുടെ ആത്മാവ് പാടുകയാണ്. ഒരു രാത്രിയിൽ കടൽത്തീരത്തുള്ള ഒരു ചെറുഗ്രാമത്തിൽ ഒരു യുവാവായ ആമിൻ മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായി. വായുവിൽ കടലിന്റെ മണം നിറഞ്ഞിരുന്നു. അവൻ പിതാവിന്റെ പഴയ കപ്പലെടുത്തു. കപ്പലിന്റെ വശത്ത് കൊത്തിയിരുന്ന പേരിൽ ശ്രദ്ധിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിമിഷം തങ്ങി. മാറാക്കാർ. എന്തിനാണ് അപ്പാ ഈ പേര്? അവൻ ചോദിച്ചു. അപ്പൻ പുഞ്ചിരിച്ചു. അതൊരു പഴയ കഥയാണ് മകനെ. നാളെയെങ്കിലും ഞാൻ പറയാം. പക്ഷെ ആമിൻ അതിനായി കാത്തിരുന്നില്ല. അവൻ രാത്രി തന്നെ കടലിലേക്ക് പോയി. തിരമാലകൾ മന്ദമായി കപ്പലിന്റെ വശങ്ങൾ തട്ടി. അവൻ വല വീശി പിന്നെ പിന്നോട്ട് കിടന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. അവയുടെ പ്രതിഫലനം കടലിൽ മിന്നി. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. അപ്പോഴവന്റെ കാതുകളിൽ ഒരു ശബ്ദം. ആഴത്തിൽ നിന്നുള്ള പഴയ മലയാളം പാടുന്ന ശബ്ദം. കടൽ നിന്നെ വിളിക്കുന്നു മകനെ. അവൻ പേടിച്ചു, ചുറ്റും നോക്കി. ആരുമില്ല. പക്ഷെ ശബ്ദം വീണ്ടും. ഭയപ്പെടേണ്ട, കടൽ നിന്നെ വളർത്തും. ഇത് കുഞ്ഞാലിയുടെ വാക്കുകളായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അവൻ ചലിച്ചു. മനസ്സിലാക്കി, കടൽ അവനെ പരീക്ഷിക്കുകയാണ്. അവൻ വല പിടിച്ചു, കണ്ണുകൾ അടച്ചു, കടലിന്റെ രഥത്തിൽ ശ്വാസം ചേർത്തു. അവന്റെ ഹൃദയം കടലിന്റെ താളത്തോട് ഒത്തുപോയി. പെട്ടെന്ന് ഒരു വലിയ തിരമാല കപ്പലിനെ തട്ടി. അവൻ വീണു. കപ്പൽ മറിഞ്ഞു. ആമിൻ കടലിൽ മുങ്ങി. പക്ഷെ വെള്ളത്തിനടിയിൽ അവൻ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ കണ്ടു മാറാക്കാർ അവന്റെ മുന്നിൽ. വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു രൂപം. കണ്ണുകൾ കടലിന്റെ ആഴം പോലെ ശാന്തവും ശക്തവുമായി. നീ ഭയപ്പെടുന്നുവോ? കുഞ്ഞാലി ചോദിച്ചു. ആമിൻ തലയായിട്ടിച്ചു. അപ്പോൾ കേൾക്കൂ, കടൽ എപ്പോഴും ഭയപ്പെടുത്തും, പക്ഷെ അത് സ്നേഹത്തിന്റെ രൂപമാണ്. ഞാൻ ഇതിന്റെ മകനാണ്. നീയും അതുപോലെയാകണം. ആമിൻ അമ്പരന്നു. ഞാൻ ആരാണ്? കുഞ്ഞാലി ചിരിച്ചു. നീ എന്റെ ഓർമ്മയാണ്. അതു പറഞ്ഞതു മാത്രം വെളിച്ചം മങ്ങിത്തുടങ്ങി. തിരമാലകൾ അവനെ ഉയർത്തി കപ്പലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവൻ ഉറക്കത്തിൽ നിന്നുണർന്നു. കപ്പൽ നിശ്ചലമായി. പക്ഷെ വലയിൽ നിറഞ്ഞിരുന്നു മത്സ്യങ്ങൾ. അവൻ തിരിച്ചെത്തി ഗ്രാമത്തിലേക്ക്. ജനങ്ങൾ വിസ്മയിച്ചു. അസാധ്യം, ഇന്നലെ കടൽ ആരെയും അനുവദിച്ചില്ല. പക്ഷേ ആമീൻ മിണ്ടിയില്ല. അവന്റെ കണ്ണുകളിൽ കടലിന്റെ പ്രതിബിംബം. ആ രാത്രിക്ക് ശേഷം ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങുകയും ചെയ്തു. കടൽപ്പുറത്ത് കാണാൻ കഴിയാത്ത പ്രകാശങ്ങൾ, നിശബ്ദരാത്രികളിൽ ശബ്ദങ്ങൾ, തിരമാലകളിൽ നിന്നുള്ള പാട്ട്. ജനങ്ങൾ പറഞ്ഞു, മാറാക്കാർ തിരിച്ചുവന്നു. ചിലർ ഭയപ്പെട്ടു, ചിലർ ആരാധിച്ചു. പക്ഷേ മുതിർന്നവൻ, ആ പഴയ മത്സ്യത്തൊഴിലാളി പറഞ്ഞു, അവൻ തിരിച്ചുവന്നിട്ടില്ല, അവൻ ഒരിക്കലും പോയിട്ടില്ല. ആമീൻ ആ ശബ്ദം കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങി. പ്രതിദിനം രാത്രിയിൽ കടലിന്റെ പാട്ട് അവനെ വിളിക്കും. അവൻ എഴുന്നേറ്റ് തീരത്തേക്ക് പോകും. മണൽ നനയുമ്പോൾ അവൻ അവന്റെ പേര് കേൾക്കും. ആമിൻ.
അത് കുഞ്ഞാലിയുടെ ആത്മാവായിരുന്നു. ഒരിക്കൽ മനുഷ്യനായിരുന്നെങ്കിലും ഇപ്പോൾ കടലിന്റെ ഭാഗമായൊരാത്മാവ്. ഒരു രാത്രി അവൻ സ്വപ്നത്തിൽ കടലിന്റെ ആഴത്തിലിറങ്ങി. അവിടെ വെള്ളത്തിനടിയിൽ കപ്പലുകൾ, പഴയ പോർച്ചുഗീസ് കപ്പലുകൾ, മണലിൽ മൂടി പച്ചപ്പ് പിടിച്ചു നിൽക്കുന്നു. അവയുടെ മുകളിൽ കുഞ്ഞാലിയുടെ വാളുകിടക്കുന്നു. അതിലെഴുത്ത്, വിരുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടവൻ, പക്ഷെ ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ മകനായിരുന്നു. അവൻ വാള് സ്പർശിച്ചു. പെട്ടെന്ന് കടൽ മുഴങ്ങി. തിരമാലകൾ അവനെ ചുറ്റിപ്പിടിച്ചു. ഒരു പ്രകാശം അവന്റെ മുഖത്തെ മൂടി. അവൻ ഉണർന്നു. അവന്റെ കയ്യിൽ കുഞ്ഞാലിയുടെ ചെറിയ ലോഹത്തുണ്ട്. അത് യഥാർത്ഥം. ജനങ്ങൾ അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് അവന്റെ വാളിന്റെ ഭാഗമാണ്. അവൻ ചിരിച്ചു. ഇത് കടൽ തന്നതാണ്. ആമിൻ മനസ്സിലാക്കി, ഇതൊരു അത്ഭുതമല്ല, ഒരു പാഠമാണ്. അവൻ കടൽത്തീരത്ത് കുട്ടികളോട് സംസാരിച്ചു. കടൽ സുന്ദരമാണ്, പക്ഷേ അതിനെ ഭയപ്പെടണം. ഭയമില്ലാതെ സ്നേഹം നിലനിൽക്കില്ല. മാറാക്കാർ അത് നമ്മെ പഠിപ്പിച്ചു. അവൻ കടലിനോട് സംസാരിച്ചതുപോലെ തോന്നി. നീ ഇപ്പോഴും അവനെ സൂക്ഷിക്കുന്നു അല്ലേ? തിരമാലകൾ മറുപടി പറഞ്ഞു, അതെ. ആമിൻ പിന്നീട് നാട്ടിലെ യുവാക്കളെ കൂട്ടി കടൽ സംരക്ഷണത്തിനുള്ള സംഘം രൂപീകരിച്ചു. അവൻ അതിനു പേരു നൽകി മാറാക്കാർ കപ്പൽ, ദ ഷിപ്പ് ഓഫ് മാറാക്കാർ, സ്വാതന്ത്ര്യത്തിനും കടലിനും വേണ്ടി. പ്രതിദിനം അവർ കടൽ ശുദ്ധീകരിക്കും, മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം ചെയ്യും. ഒരു ദിവസം ഒരു വിദേശ മാധ്യമപ്രവർത്തകൻ അവരെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പേരിനു പിന്നിൽ എന്താണ് പ്രചോദനം? ആമിൻ മറുപടി നൽകി, ഒരു മനുഷ്യൻ കടലിനെ സ്നേഹിച്ചു. അവന്റെ ആത്മാവ് ഇന്നും ഈ തിരമാലകളിൽ ജീവിക്കുന്നു. ഞങ്ങൾ അതിന്റെ ശ്വാസം മാത്രമാണ്. അന്ന് അസ്തമയ സമയത്ത് കടലിൽ വലിയ ഒരു ചുഴി പൊങ്ങി. ജനങ്ങൾ ഓടിയെത്തി. ആമിൻ മുന്നോട്ടുപോയി. തിരമാലയുടെ മധ്യത്തിൽ വെളിച്ചം. അതിൽ നിന്നും ഒരു രൂപം. മാറാക്കാർ കടലിന്റെ വേഷത്തിൽ ആകാശത്തെ നോക്കുന്നു. നിങ്ങൾ അവനെ കാണുന്നുണ്ടോ? കുട്ടികൾ ചോദിച്ചു. മുതിർന്നവർ പറഞ്ഞു, അതെ, അവൻ തിരിച്ചുവന്നു. മാറാക്കാർ അവരെ നോക്കി പറഞ്ഞു, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾ കടലിനെ സംരക്ഷിക്കുന്നിടത്തോളം ഞാൻ ജീവിക്കും. അതിനുശേഷം അവൻ തിരമാലയിലൂടെ പിരിഞ്ഞു. കാറ്റായി മാറി, മഴയായി തീർന്നു. അന്നുമുതൽ ആ ഗ്രാമത്തിൽ മാറാക്കാർ ദിനം ആഘോഷിക്കുന്നു. ജനങ്ങൾ കടലിന് പുഷ്പങ്ങൾ നൽകുന്നു. കപ്പലുകൾക്ക് വിളക്കുകൾ തെളിയിക്കുന്നു. അതൊരു പുണ്യരാത്രി. അന്ന് കടൽ ശാന്തമാകുന്നു. മാറാക്കാരന്റെ ആത്മാവ് ആ സന്തോഷം അനുഭവിക്കുന്നതുപോലെ. കടലിന്റെ ആഴം മനുഷ്യനൊരിക്കലും പൂർണ്ണമായി കണ്ടിട്ടില്ലാത്ത ലോകം. വെളിച്ചം അവിടെ എത്താറില്ല, പക്ഷെ അവിടെ ജീവനുണ്ട്, ശാന്തതയുണ്ട്, ആത്മാവിന്റെ പാട്ടുണ്ട്. അവിടെ തന്നെയായിരുന്നു കുഞ്ഞാലി മാറാക്കാർ. ശരീരമില്ല, പക്ഷെ അവന്റെ സാന്നിധ്യം കടലിന്റെ ഓരോ വാറ്റത്തിലും വിഴുങ്ങിയ നിലയിൽ. അവന്റെ കണ്ണുകൾ ഇനി മനുഷ്യരുടേതല്ല. അവൻ കാണുന്നത് കടലിന്റെ ഹൃദയത്തെയാണ്. ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൻ കണ്ടു കപ്പലുകൾ, മനുഷ്യരുടെ ഓർമ്മകൾ, വേദനകൾ, ദ്രോഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ഇവിടെ മുക്കിയിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ അവൻ കാണുന്നു ഒരു നീലപ്രകാശം. അത് കടലിന്റെ ആത്മാവാണ്. അവൻ മുന്നോട്ട് നീങ്ങി ആ പ്രകാശത്തെ സ്പർശിച്ചു. ഒരു സ്ത്രീയുടെ ശബ്ദം മുഴങ്ങി. നീ ആരാണ്? കുഞ്ഞാലി ചിരിച്ചു. ഞാൻ കടലിന്റെ മകനാണ്. അവന്മാരിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെനിക്ക് വേദന നൽകി. കുഞ്ഞാലി പറഞ്ഞു, ഞാൻ നിന്നെ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്തു. അവർ നിന്നെ കൊള്ളയടിക്കാൻ കപ്പലുകൾ അയച്ചു, പക്ഷെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വാളെടുത്തു. ഒരു നിമിഷം കടൽ നിശബ്ദമായി. പിന്നെ ആ സ്ത്രീയുടെ ശബ്ദം മൃദുവായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏറ്റെടുത്തത്. മാറാക്കാർ, നീ ഇപ്പോൾ എന്റെ ശ്വാസമാണ്. കടലിന്റെ ആഴത്തിൽ വസിക്കുന്ന ആത്മാക്കൾ, പഴയ യോദ്ധാക്കൾ, നാവികർ, മൃതങ്ങൾ, അവരൊക്കെ അവന്റെ ചുറ്റും കൂടി. മാറാക്കാർ അവരെ നോക്കി പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യത്തിനായി പോരാടി, പക്ഷെ അവരെന്നെ കള്ളനെന്ന് വിളിച്ചു. ഒരു പഴയ നാവികൻ പറഞ്ഞു, മനുഷ്യർ സത്യം മറക്കുന്നു, പക്ഷെ കടലതിനെ സൂക്ഷിക്കുന്നു. അപ്പോൾ കടലിന്റെ ശബ്ദം മുഴങ്ങി, മാറാക്കാർ, നീ ചെയ്ത പാപങ്ങളില്ലേ? അവൻ തല താഴ്ത്തി. അതെ, ഞാൻ രക്തം ചിന്തിച്ചു, പക്ഷെ അത് എന്റെ മണ്ണിനായിരുന്നു, എന്റെ ജനത്തിനായി. കടൽ പറഞ്ഞു, പാപം ഹൃദയത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നാണ് ജനിക്കുന്നത്. നിന്റെ ഉദ്ദേശം സ്നേഹമായിരുന്നു. തിരമാലകൾ നിമിഷം മന്ദമായി. മാറാക്കാർക്ക് തോന്നി കടൽ അവനെ ക്ഷമിക്കുന്നുവെന്ന്. ആ രാത്രിയിൽ തീരത്തുള്ള ഗ്രാമത്തിൽ
ആമിൻ ഉറക്കത്തിൽ വിറച്ചു. അവൻ സ്വപ്നത്തിൽ കടലിന്റെ ആഴം കണ്ടു. മാറാക്കാർ അവന്റെ മുമ്പിൽ. അവൻ പറഞ്ഞു, ആമിൻ, ഇപ്പോൾ എന്റെ ശബ്ദം ലോകം കേൾക്കണം. മനുഷ്യർ കടലിനെ ഉപേക്ഷിക്കുന്നു. പ്ലാസ്റ്റിക്കും പുകപ്പാറകളും കൊണ്ട് അവരെന്റെ ഹൃദയം വിഷമയമാക്കുന്നു. നീ അവരെ ഓർമ്മിപ്പിക്കണം. കടൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആമിൻ ഉണർന്നു. നെഞ്ചിൽ തീ പോലെ വേദന. പിറ്റേന്നവൻ ഗ്രാമത്തെ വിളിച്ചു ചേർത്തു. കേൾക്കൂ, അവൻ പറഞ്ഞു. കടൽ നമ്മോട് സംസാരിക്കുന്നു. നമ്മളത് കേൾക്കേണ്ട സമയം ഇപ്പോഴാണ്. അവൻ കടൽ സംരക്ഷണ പ്രസ്ഥാനമാക്കി. ലോകമെമ്പാടുമുള്ള കടലുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ തീരുമാനിച്ചു. മീഡിയ, പത്രങ്ങൾ, ശാസ്ത്രജ്ഞർ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ യുവാവ് എങ്ങനെ ഇത്ര ആത്മാർത്ഥമായി സംസാരിക്കുന്നു? പക്ഷെ ആമിൻ മറുപടി പറഞ്ഞു, ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത്. എന്റെ പിന്നിൽ കടലിന്റെ സിംഹമുണ്ട്. അവന്റെ പ്രസ്ഥാനം വളർന്നു. ഗ്രാമം മുഴുവൻ കടലിനോട് പ്രതിജ്ഞ ചെയ്തു. ഓരോ വർഷവും മാറാക്കാർ ദിനം അവർക്ക് മാത്രമല്ല, ലോകത്തിനൊരു സന്ദേശമായി മാറി. ഒരു രാത്രി ആമിൻ തീരത്തൊറ്റയ്ക്കിരുന്നു. തിരമാലകൾ കവിഞ്ഞുവരുന്നു. അവൻ പറഞ്ഞു, കുഞ്ഞാലി, ഞാൻ നിന്നെ മറക്കില്ല. അപ്പോൾ കടലിൽ നിന്നൊരു നീലപ്രകാശം ഉയർന്നു. അത് കടലിന്റെ ഹൃദയം പോലെ ചലിച്ചു. പിന്നെ ആ പ്രകാശം അവന്റെ നെഞ്ചിൽ ചേർന്നു. അവൻ നിശബ്ദനായി, കണ്ണുകളടച്ചു. അവന്റെ ഹൃദയം കടലിന്റെ താളവുമായി ഒത്തുപോയി. അവന്റെ ശ്വാസം തിരമാലയായി മാറി. അന്നുതൊട്ട് ആമിൻ കടലിന്റെ ശബ്ദം കേൾക്കുന്നവനായി. മഴവില്ല് കണ്ടാൽ അവൻ പറഞ്ഞു, ഇത് മാറാക്കാരന്റെ പുഞ്ചിരിയാണ്. വർഷങ്ങൾ പിന്നിട്ടു. ആമിൻ പ്രായമായി. അവന്റെ മുടി വെളുത്തു. പക്ഷെ കണ്ണുകളിൽ ഇപ്പോഴും കടലിന്റെ നീലമുണ്ട്. അവൻ തീരത്തിരുന്ന് കുട്ടികളോട് കഥ പറഞ്ഞു. മാറാക്കാർ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ അവൻ കടലായി. കുട്ടികൾ ചോദിച്ചു, അവൻ ഇപ്പോഴും ജീവനുണ്ടോ? അവൻ ചിരിച്ചു. നിങ്ങൾ തിരമാല കേട്ടാൽ അവനെ കേൾക്കും. അന്ന് അസ്തമയ സമയത്ത് കടൽ ശാന്തമായി. അവൻ കണ്ണുകളടച്ചു. മാറാക്കാരന്റെ ശബ്ദം കേട്ടു. നീ നന്ദി ചെയ്തു മകനെ, ഇപ്പോൾ എന്റെ ഭാഗമായിക്കൊള്ളൂ. അവൻ ചിരിച്ചു. ശ്വാസം മന്ദമായി. തിരമാല അവനെ സ്പർശിച്ചു. അവന്റെ ശരീരം മണലിൽ നിശ്ചലമായി. പക്ഷെ കടലിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. ആ രാത്രിയിൽ ജനങ്ങൾ കണ്ടു. കടലിന്റെ മധ്യത്തിൽ രണ്ട് വെളിച്ചങ്ങൾ, ഒന്ന് നീല, മറ്റത് വെള്ള. മാറാക്കാറും ആമിനും. കാലം കടന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷെ കടൽ ഇന്നും അതേ പാട്ടുപാടുന്നു. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കേൾക്കുന്നു. രാത്രിയിൽ കാറ്റുമാറുമ്പോൾ ആരോ സ്വാതന്ത്ര്യമെന്ന് വിളിക്കുന്നു. ശാസ്ത്രജ്ഞർ അതിനെ കാറ്റിന്റെ ധ്വനിയെന്ന് പറയുന്നു. പക്ഷെ കടൽ മക്കൾ അറിയും, അത് കുഞ്ഞാലിയുടെ ആത്മാവാണ്. ഓരോ കപ്പലും കടലിൽ ഇറങ്ങുമ്പോൾ അവരുടെ വലയിൽ ആദ്യം പിടികൂടുന്നത് കുഞ്ഞാലിയുടെ അനുഗ്രഹം തന്നെയാണ്. അവൻ അവരെ കാത്തുനിൽക്കുന്നു. ഒരു ചെറുപെൺകുട്ടി കടൽ തീരത്ത് പാട്ടുപാടുന്നു. കടലിന്റെ കുഞ്ഞുമാറാക്കാർ, തിരമാലയുടെ ഹൃദയക്കാരൻ. കാറ്റാപ്പാട്ട് കടലിലേക്ക് കൊണ്ടുപോകുന്നു. തിരമാല അതിന് മറുപടി പാടുന്നു. അതെ, കുഞ്ഞാലി മാറാക്കാർ ഇപ്പോഴും ജീവിക്കുന്നു. തിരമാലകളുടെ ഇടയിൽ, മനുഷ്യരുടെ മനസ്സുകളിൽ, സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിൽ. രാത്രിയിൽ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് കടൽ ശബ്ദം കേട്ടാൽ, ചെറിയ ഇടവേളയിൽ കാറ്റ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു? എന്നാൽ ഞാനിവിടെ തന്നെ, നിങ്ങളുടെ ഉള്ളിലെ കടലിൽ. കുഞ്ഞാലിയുടെ ആത്മാവ് ഇപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം പടയൊരുക്കമല്ല, അത് മനസ്സിന്റെ സത്യമായ ധൈര്യം. തിരമാലയുടെ ഓരോ താളവും അതുതന്നെ പാടുന്നു. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആ ആത്മാവിന്റെ ഭാഗമാകും.